വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ടൊരു നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്വല്പം ഉപ്പ്, അധികം ഉപ്പിടരുത്. എന്നിട്ട് വെള്ളം ഒരുമാതിരി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ നൂഡിൽസ് അങ്ങോട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇത് നന്നായിട്ട് കിടന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേകണം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. നമുക്കിത് ക്യാരറ്റും ബീൻസും ആദ്യം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണേ. ക്യാരറ്റും ബീൻസും കൂടെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റണേ. ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് സ്വല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഈ വെജിറ്റബിൾ ഒരു സ്വല്പം ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട, ഇപ്പോൾ കൂടുതൽ മുട്ട ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2 മുട്ട ഇടാം കേട്ടോ. ഇതിനകത്ത് ചിക്കനോ മുട്ടയോ എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് ഇതുണ്ടാക്കാവുന്നതേ ഉള്ളേ. ഒരു സ്വല്പം ഉപ്പും കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കണേ. ആ മുട്ടയ്ക്ക് ആവശ്യമുള്ള, നമ്മൾ വെജിറ്റബിളിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം ഉപ്പ്. ഇപ്പം മുട്ടയും കുക്കായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ്റെ പീസസ് ബോൺലെസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എഗ്ഗ് മാത്രം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. കൂടുതലും ടൊമാറ്റോ സോസ് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അത് നമുക്കൊരു സ്വല്പം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഒരു ടേബിൾ സ്പൂണും കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. എന്നിട്ട് നമ്മൾ ആ ടേസ്റ്റ് മേക്കർ ഇല്ലേ, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ അവർ വൈകിട്ട് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാനും ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്ന നൂഡിൽസാണിത്. ഈ നൂഡിൽസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ ആ വെള്ളം കളഞ്ഞു വെക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മളൊരു സ്പൂണിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പം ലൂസായിക്കോളുവേ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന നൂഡിൽസാണിത്. വളരെ ടേസ്റ്റിയുമാണ്. ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ചേരുന്നതുകൊണ്ട് ഹെൽത്തിയുമാണ്. ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ സ്വല്പം ക്യാബേജ് ചേർക്കാം. എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാവേ. കുരുമുളക് ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ട് ചെറിയ പീസാക്കി നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതേ ഉള്ളേ. ഇതിനകത്ത് ഞാനിപ്പം വെജിറ്റബിളായിട്ട് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇതേ ചേർത്തിട്ടുള്ളേ. നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്വല്പം ടൊമാറ്റോ സോസും ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാമെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാവേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അധികം താമസമൊന്നുമില്ല. ആ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുക, പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്